നമസ്കാരം പ്രിയപ്പെട്ടവരെ. 2026 ജൂൺ മാസത്തിലെ അവസാന 15 ദിവസങ്ങളിലെ ഉത്രം നക്ഷത്രക്കാരുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൻ്റെ രണ്ടാം പകുതി അത്യന്തം ഗുണകരവും ഐശ്വര്യപൂർണവുമാണ്. സൂര്യന്റെ ശക്തമായ സ്വാധീനം നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും കാര്യശേഷിയെയും വർദ്ധിപ്പിക്കുന്നു. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സുപ്രധാന സമയമാണിത്. തൊഴിൽ മേഖലയിൽ നിങ്ങൾ കാത്തിരുന്ന സ്ഥാനക്കയറ്റമോ അംഗീകാരമോ നിങ്ങളെ തേടിയെത്തും. മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കാൻ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് സാധിക്കും. വിതച്ചതേ കൊയ്യൂ എന്ന സത്യം തിരിച്ചറിഞ്ഞ് നന്മയുടെ വിത്തുകൾ പാകുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ പാഠം. ഇതിനർത്ഥം നിങ്ങൾ മുൻപ് ചെയ്ത കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിക്കാനുള്ള സമയമാണിതെന്നാണ്. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ നിലവിലുള്ളവ വികസിപ്പിക്കാനോ ഉള്ള അനുകൂല സാഹചര്യമുണ്ട്. സാമ്പത്തികമായി നില മെച്ചപ്പെടും. കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കാനും പൂർവിക സ്വത്തുക്കളിൽ നിന്നുള്ള ലാഭത്തിനും സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. പ്രതിസന്ധികൾ നിങ്ങളെ തളർത്താനല്ല, മറിച്ച് കരുത്തരാക്കാനാണ് വരുന്നത് എന്നോർക്കുക. ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടായാൽ അവയെ നേരിടാനുള്ള മാനസിക കരുത്ത് ഈ സമയം നിങ്ങൾക്കുണ്ടാകും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ ഒട്ടും അശ്രദ്ധ കാണിക്കരുത്. കൃത്യമായ വ്യായാമവും മിതമായ ഭക്ഷണരീതിയും പിന്തുടരുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഉന്നത വിജയം കൈവരിക്കാനും സാധിക്കും. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് അനുകൂല ഫലം പ്രതീക്ഷിക്കാം. ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ മറ്റുള്ളവരെ തരം താഴ്ത്താതെ കൈപിടിച്ചുയർത്താൻ ശ്രമിക്കുക എന്നത് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമാകും. ഈ കാലയളവിൽ ദൂരയാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. അത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും. പുത്തൻ വാഹനം വാങ്ങാനോ വീട് പണി പൂർത്തിയാക്കാനോ ഉള്ള ശ്രമങ്ങൾ വിജയിക്കും. പരിഹാരമായി ഞായറാഴ്ചകളിൽ ആദിത്യ ഹൃദയം ജപിക്കുന്നത് അത്യുത്തമമാണ്. ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് സൂര്യദേവന് അർച്ചന നടത്തുകയും ദരിദ്രർക്ക് അന്നദാനം നൽകുകയും ചെയ്യുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. ഈ മാസം നിങ്ങൾക്ക് ഐശ്വര്യപൂർണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.